ഹലോ എവരി വൺ, വെൽക്കം ടു വഞ്ചിനാട് കിച്ചൺ. ഐ ആം ഷെഫ് പിനോജ്. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്ന ഒരു ചീസ് കേക്ക് ആണ്. വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ ആണ്. അപ്പോൾ എങ്ങനെ തയ്യാറാക്കാൻ നമുക്ക് നോക്കാം. ചീസ് കേക്കിന്റെ ബേസ് തയ്യാറാക്കാൻ വേണ്ടി നമുക്ക് ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്. ഞാൻ ഡൈജസ്റ്റീവ് ബിസ്ക്കറ്റ് ആണ് എടുത്തിരിക്കുന്നത്. നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കണം. ഞാനൊരു 400 ഗ്രാം ബിസ്ക്കറ്റാണ് ഇപ്പോൾ പൊടിച്ചെടുത്തിരിക്കുന്നത്. അതിലേക്ക് 150 ഗ്രാം ബട്ടർ നന്നായിട്ട് മെൽറ്റാക്കി എടുത്തിട്ടുണ്ട്. അതുകൂടെ മിക്സ് ചെയ്തെടുക്കാം. ബിസ്ക്കറ്റും ബട്ടറും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ബട്ടറും ബിസ്ക്കറ്റും നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ കൺസിസ്റ്റൻസി. ചീസ് കേക്കിനുള്ള ബേസ് തയ്യാറായിട്ടുണ്ട്. നമ്മുടെ ഒരു കേക്കിൻ്റെ മോൾഡ് ഞാൻ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ബേസിലോട്ട് നമുക്കിതൊന്ന് പ്രസ് ചെയ്ത് വെക്കാം. കേക്കിൻ്റെ മോൾഡിൻ്റെ ബേസിൽ ഞാൻ ഒരു ബേക്കിംഗ് പേപ്പർ വെച്ചിട്ടുണ്ട്. ചീസ് കേക്ക് ഇളകി വരാൻ വളരെ എളുപ്പമാകും, അതിനാണ് വെച്ചിരിക്കുന്നത്. ചീസ് കേക്കിൻ്റെ ബേസ് തയ്യാറായിട്ടുണ്ട്. ഒരു 20 മിനിറ്റ് നമുക്ക് ഫ്രിഡ്ജ് വെക്കാം. ഫ്രിഡ്ജ് വെക്കുന്നത് ബേസ് നല്ല സെറ്റാകാൻ വേണ്ടിയാണ്. ചീസ് കേക്കിനുള്ള ചീസും ക്രീമും നമുക്കൊന്ന് വിപ്പ് ചെയ്തെടുക്കാം. ആ കൂട്ടത്തിൽ ജലാറ്റിൻ എടുത്തിട്ടുണ്ട്. 4 ജലാറ്റിൻ ഷീറ്റ് ഞാൻ എടുത്തിട്ടുണ്ട്. അതൊന്ന് സോക്ക് ചെയ്ത് വെക്കാം. ജലാറ്റിൻ യൂസ് ചെയ്യാത്തവർ അഗർ യൂസ് ചെയ്താലും മതി. ജലാറ്റിൻ എപ്പോഴും കോൾഡ് വാട്ടറിൽ സോക്ക് ചെയ്ത് വെക്കാവുള്ളൂ. അതിലേക്ക് ഞാൻ 150 ഗ്രാം പൊടിച്ചു വെച്ചിരിക്കുന്ന പഞ്ചസാരയും ചേർത്ത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പഞ്ചസാരയും ക്രീം ചീസും നന്നായിട്ട് ബ്ലെൻഡ് ആയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ നാരങ്ങാനീര് ഒഴിക്കാം. മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ നാരങ്ങാനീര് ചേർക്കുന്നത്. നല്ല സ്മൂത്തായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കണം, ലംസ് ഒന്നും വരാതെ. ക്രീം ചീസും പഞ്ചസാരയും നാരങ്ങാനീര് നന്നായിട്ട് ബ്ലെൻഡ് ആയിട്ടുണ്ട്. അതിലേക്ക് 300 ഗ്രാം ക്രീം ചേർത്ത് നന്നായിട്ട് വിപ്പ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ബേസ് നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ വിപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്രീം ചീസിൻ്റെ മിക്സർ ചേർക്കാം. ക്രീം ചീസ് വെക്കുന്നതിന് മുമ്പ് തന്നെ സൈഡിൽ കൂടെ നമ്മൾ ഇച്ചിരി ബേക്കിംഗ് പേപ്പർ വെക്കുന്നത് നന്നായിരിക്കും. ഇളകി വരാൻ വളരെ എളുപ്പമാണ്. നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്യാം. ചീസ് കേക്കിൻ്റെ ഫില്ലിംഗ് എല്ലാം സെറ്റായിട്ടുണ്ട്. ഒരു 4 മണിക്കൂർ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കി എടുക്കണം. ആ ടൈമിൽ നമ്മൾ സ്ട്രോബെറി ഗ്ലേസ് ചെയ്തെടുക്കണം, ഇതിൻ്റെ മേളിൽ കൂടെ ഒഴിക്കാൻ വേണ്ടിയുള്ളത്. സ്ട്രോബെറി ഗ്ലേസ് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. നന്നായിട്ട് കട്ട് ചെയ്ത് ഇലയെല്ലാം മാറ്റി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് നമ്മൾ സോസ് പാനിൽ ഹൈ ഫ്ലെയിമിൽ വെച്ച് ഷുഗറും ഇട്ട് ഇത് സിറപ്പാക്കി എടുക്കും. അതിൻ്റെ കൂടെ നമ്മൾ ജലാറ്റിനും ചേർക്കും. ഒരു പാൻ വെച്ച് നന്നായിട്ട് ചൂടാക്കി അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സ്ട്രോബെറി ചേർക്കാം. 200 ഗ്രാം സ്ട്രോബെറിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിലേക്ക് ചേർക്കാൻ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ വെള്ളം ചേർക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. സ്ട്രോബെറി നന്നായിട്ട് ബോയിലായിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ സോക്ക് ചെയ്തിരിക്കുന്ന ജലാറ്റിൻ ചേർക്കാം. സ്ട്രോബെറി ഗ്ലേസ് ഒന്ന് സെറ്റാകാൻ വേണ്ടിയാണ് നമ്മൾ ജലാറ്റിൻ ചേർക്കുന്നത്. ഫ്ലെയിം ഓഫ് ചെയ്ത് തണുക്കാൻ വെക്കാം. തണുത്തിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് അരിച്ചിറക്കാം. സ്ട്രോബെറി ഗ്ലേസ് റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് തണുത്തതിന് ശേഷം റെഡി ആയിട്ടിരിക്കുന്ന ചീസ് കേക്കിൻ്റെ മുകളിൽ ഒഴിച്ച് 1 മണിക്കൂറോടെ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കി എടുക്കാം. ചീസ് കേക്ക് ഏകദേശം 4 മണിക്കൂറായിട്ടുണ്ട്. നന്നായിട്ട് സെറ്റായിട്ടുണ്ട് ചീസ് കേക്ക്. അതിന് മുകളിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന സ്ട്രോബെറി ഗ്ലേസ് ഒഴിക്കാം. ഗ്ലേസ് ഒന്ന് സെറ്റാകാൻ വേണ്ടി നമുക്ക് ഫ്രിഡ്ജിൽ 1 മണിക്കൂറോടെ വെക്കാം.
അങ്ങനെ നമ്മുടെ വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ ചീസ് കേക്ക് റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് ഡിമോൾഡ് ചെയ്ത് പ്ലേറ്റ് ചെയ്യാം. സംഭവം വളരെ എളുപ്പമാണ്, അടിപൊളി ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി വാലന്റൈൻസ് ഡേ. സ്ലൈസ് ചെയ്തിരിക്കുന്ന ചീസ് കേക്ക് സ്ലേറ്റിലിരിക്കുമ്പോൾ തന്നെ ഒരു ആഡംബര ലുക്കാണ്. ഇതിങ്ങനെ പ്ലേറ്റിലിരിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്ന സന്തോഷമില്ലേ, ആ സന്തോഷം നിങ്ങൾ എനിക്ക് ലൈക്കുകളായിട്ടും കമൻറ്റുകളായിട്ടും ഒക്കെ അയക്കണം. ആ കൂട്ടത്തിൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യണം. ഷെയർ ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാരിലൊക്കെ എത്തിക്കണം. അപ്പോഴാണ് എൻ്റെ മനസ്സിനൊരു സന്തോഷമാകുന്നത്. ഫെബ്രുവരി 14 ലോകമെമ്പാടും പ്രണയിക്കുന്നവർ ചുവന്ന റോസാപ്പൂക്കൾ ചേർത്ത് പിടിക്കുമ്പോൾ നിങ്ങൾക്കായി എൻ്റെ വക ഒരു സ്ട്രോബെറി ചീസ് കേക്ക്. ഈ ചീസ് കേക്കിൻ്റെ അതേ മധുരം നിങ്ങളുടെ ജീവിതത്തിലും ഉണ്ടാകട്ടെ. സ്നേഹത്തിന് പ്രായമില്ല. ജീവിതത്തിൽ ഒരേ ഒരു സന്തോഷമേ ഉള്ളൂ, സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും. ടു ലവ് ഈസ് നത്തിങ്, ടു ബി ലവ്ഡ് ഈസ് സംതിങ്, ബട്ട് ടു ലവ് ആൻഡ് ബി ലവ്ഡ്, ദാറ്റ് ഈസ് everything. Happy Valentine's Day to everyone. വളരെ സോഫ്റ്റ് ആണ്, വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചീസ് കേക്കാണ്. വായിലിട്ടാൽ ഉടൻ തന്നെ അത് അലിഞ്ഞു പോകുന്നുണ്ട്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. വഞ്ചനാട് സ്പെഷ്യൽ വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ ചീസ് കേക്ക് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യണം. അപ്പോൾ അടുത്ത ദിവസം അടിപൊളി ഒരു വീഡിയോ ആയിട്ട് വീണ്ടും വരും. ബൈ ടുഡേ. താങ്ക് യു വെരി മച്ച്.